അടിയാരെ പോഷിപ്പിക്കാം. യഹോവ റാഫ, യഹോവ ശമ്മ, ഉന്നതൻ നീയെ കൂടിയിരിക്കുന്നു. യഹോവ റാഫ, യഹോവ ശാലോം, യാഹേ നീ മാത്രം സൗഖ്യമേകുന്നു. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ ഈരേ. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ ഈരേ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവവചനവും സാക്ഷ്യവും നിമിത്തം പത്മോസിലേക്ക് നാടുകടത്തപ്പെട്ട യോഹന്നാന് ലഭിക്കുന്ന സ്വർഗീയ ദർശനത്തിൽ സ്വർഗത്തിൽ ഒരു സിംഹാസനവും സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെയും കണ്ടതായി വെളിപ്പാട് 4:2-8 വാക്യങ്ങളിൽ വായിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ള 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകവും യോഹന്നാൻ കാണുന്നുണ്ട്. 5-ാം അധ്യായം 1-ാം വാക്യം. ഈ പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആര് എന്ന ഒരു ശബ്ദവും തുടർന്ന് യോഹന്നാൻ കേട്ടു. പുസ്തകം വാങ്ങുവാനോ തുറക്കുവാനോ ആരെയും കാണാതിരുന്നതിനാൽ യോഹന്നാൻ കരഞ്ഞു. 5:4. എന്തുകൊണ്ട് യോഹന്നാൻ കരഞ്ഞു? കരയുന്ന യോഹന്നാൻ പിന്നീട് കാണുന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട് ഈ പുസ്തകം സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും വാങ്ങുന്നതാണ്. ഈ സമയം കേൾക്കുന്ന ഒരു പാട്ട് 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അങ്ങനെയെങ്കിൽ ഈ പുസ്തകം രക്തം നൽകി തൻ്റെ അവകാശത്തെ വീണ്ടെടുത്തിരിക്കുന്നു എന്നതിൻ്റെ അവകാശപത്രമാണ്. എഫെസ്യർ 1:13-14 വാക്യങ്ങളിൽ ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതായത് വീണ്ടെടുപ്പ് തൻ്റെ സ്വന്തം ജനത്തിനു വേണ്ടിയും അവരുടെ അവകാശത്തിനു വേണ്ടിയും ആണ്. അവകാശം എന്താണ്? അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ടുള്ളതാ. എഫെസ്യർ 1:10. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം ഒന്നിപ്പിക്കുക, അതായത് സ്വർഗത്തോടൊപ്പം തൻ്റെ രക്തം നൽകി വീണ്ടെടുത്ത തൻ്റെ ജനത്തെയും ഭൂമിയെയും ഒന്നിപ്പിച്ച് തൻ്റെ അവകാശമാക്കുക. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് തനിക്കായിട്ട് തന്നെയായിരുന്നു. എന്നാൽ സാത്താൻ്റെ തന്ത്രത്താൽ മനുഷ്യനും ഭൂമിയും ശാപഗ്രസ്തമായി. ഭൂമിയും മനുഷ്യനും സാത്താൻ്റെ കൈവശമായി. സാത്താൻ ഈ ലോകത്തിൻ്റെ പ്രഭുവായി. യോഹന്നാൻ 12:31. മനുഷ്യനെയും ഭൂമിയെയും തൻ്റെ അധികാരത്തിന് കീഴിലാക്കി. സാത്താൻ കൈവശമാക്കിയ മനുഷ്യനെയും ഭൂമിയെയും വീണ്ടെടുക്കണം. വീണ്ടെടുപ്പ് നടത്തുവാനുള്ള അവകാശം ചാർച്ചക്കാരന് മാത്രമാണ്. ലേവ്യർ 25:25. ഈ നിയമപ്രകാരം ഭൂമിയെയും മനുഷ്യനെയും വീണ്ടെടുക്കുവാനുള്ള ചുമതല യഹൂദാ ഗോത്രത്തിൽ ജനിച്ച യേശുക്രിസ്തുവിൽ വന്നു ചേരുകയും വീണ്ടെടുപ്പിൻ്റെ വലിയ വേല കാൽവറിയിലെ തൻ്റെ യാഗത്തിൽ കൂടി നിർവഹിക്കുകയും ചെയ്തു. ആ വീണ്ടെടുപ്പിനെ കുറിച്ച് 1 പത്രോസ് 1:19 പറയുന്നത്, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. തൻ്റെ രക്തം നൽകി മനുഷ്യനെ വീണ്ടെടുത്തുവെങ്കിലും വീണ്ടെടുപ്പ് പൂർണ്ണമായില്ല. ഭൂമിയെ വീണ്ടെടുക്കുവാൻ കഴിഞ്ഞില്ല. ഭൂമി തുടർന്നും സാത്താൻ്റെ അധീനതയിൽ തന്നെ തുടർന്നു. തൻ്റെ രക്തം നൽകി ഭൂമിയെയും തൻ്റെ അവകാശമാക്കിയെങ്കിലും സാത്താൻ ഈ ലോകത്തിൻ്റെ പ്രഭുവായി ഭൂമിയുടെ മേൽ അധികാരം സ്ഥാപിച്ചിരിക്കുകയാണ്. തൻ്റെ രക്തം നൽകി ഭൂമിയെയും താൻ വീണ്ടെടുത്തതാണ് എന്നതിൻ്റെ അവകാശപത്രമാണ് മുദ്രയിടപ്പെട്ട പുസ്തകം. ആ പുസ്തകം വാങ്ങി മുദ്ര പൊട്ടിക്കണം. മുദ്ര പൊട്ടിക്കുന്നതിന് ആരെയും കാണായികയാൽ യോഹന്നാൻ കരഞ്ഞു.
കരയുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, കർത്താവിൻ്റെ അവകാശമാകുന്ന ഈ ഭൂമിയും അതിലുള്ളതും വീണ്ടെടുപ്പാൻ ആരുമില്ലല്ലോ. 2, വീണ്ടെടുക്കാതിരുന്നാൽ എന്നേക്കുമായി ഈ ഭൂമിയും താൻ വീണ്ടെടുത്ത തൻ്റെ ജനവും സാത്താൻ്റെ അധീനതയിൽ തന്നെയായിരിക്കും. കരയുന്ന യോഹന്നാനെ ആശ്വസിപ്പിച്ചുകൊണ്ട് മൂപ്പന്മാരിൽ പറയുന്നത്, കരയണ്ട, പുസ്തകം വാങ്ങുവാൻ യഹൂദാ ഗോത്രത്തിലെ സിംഹവും വേരുമായവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. ആരാണ് ദാവീദിൻ്റെ പേര്? ഇശായിയുടെ കുറ്റി എന്ന യെശയ്യാവ് 11:1 ദാവീദിൻ്റെ പേരും ഉദയനക്ഷത്രവും എന്ന് വെളിപ്പാട് 22:16 നാം വായിക്കുന്നുണ്ടല്ലോ. ദാവീദിൻ്റെ ഗോത്രത്തിൽ പിറന്ന യഹൂദാ ഗോത്രത്തിലെ സിംഹമായ യേശു, അവനാണ് അടുത്ത ചാർച്ചക്കാരൻ. അവൻ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കുമെന്നതിനാൽ കരയണ്ട എന്ന് പറയുന്നത്. കുഞ്ഞാട് വീണ്ടെടുപ്പിൻ പത്രം വാങ്ങുന്നതായും അതേ തുടർന്ന് സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് 1000 10,000 ദൂതന്മാർ മൂപ്പന്മാരോട് ചേർന്ന് ഭൂമിയെ വീണ്ടെടുക്കുവാനുള്ള കുഞ്ഞാടിൻ്റെ യോഗ്യതയെക്കുറിച്ച് പാടുകയുമായി ചെയ്യുന്നത്. തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ ജനത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതെ, നമ്മുടെ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കപ്പെടുന്ന നാളിനായി നാം കാത്തിരിക്കുകയാണ്. അന്ന് അവൻ സാത്താനെയും അവൻ്റെ ദൂതന്മാരെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ട് വെളിപ്പാട് 20:10 ഈ ഭൂമിയെ പുതിയ ഭൂമിയാക്കി വെളിപ്പാട് 21:1 തൻ്റെ ജനത്തോട് ഒരുമിച്ച് അവൻ പാർക്കും. ആ നല്ല നാളിനായി നമുക്കൊരുങ്ങി കാത്തിരിക്കാം. കർത്താവേ, നിന്റെ അവകാശമായി എന്നെയും നിന്നോടുകൂടി ചേർക്കണമേ. ആമേൻ. പൊന്മുഖം കണ്ടിടുമ്പോ പൂർണ്ണ സൗഖ്യം വിടുതൽ നേടി മറയും നിൻ സാന്നിധ്യത്തിൽ ഭാഗ്യനാട്ടിൽ ശുദ്ധർ കാൺകെ മൻ പ്രിയരെ ചുംബിക്കുമേ. യഹോവ റാഫ, യഹോവ ശമ്മ, ഉന്നതൻ നീയെ കൂടിയിരിക്കുന്നു. യഹോവ റാഫ, യഹോവ ശാലോം, യാഹേ നീ മാത്രം സൗഖ്യമേകുന്നു.